ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ 2 മാസത്തെ വെക്കേഷന് ശേഷം ഇന്ന് സ്കൂള് വീണ്ടും ഓപ്പൺ ആവാണ് അല്ലേ. അപ്പോൾ സ്കൂള് തുറന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ വിളിച്ചുണർത്തുക എന്നുള്ളതാണ് അല്ലേ. അവർ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടിരിക്കുമ്പോൾ നമുക്ക് വിളിക്കാനും പറ്റില്ല. പക്ഷേ എന്നാൽ ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ലേറ്റാവും. ഞാനിതാട്ടോ ആദ്യം ഒന്ന് വന്ന് നോക്കി, അപ്പോൾ നല്ല ഉറക്കമാണ്, ഞാൻ വിളിച്ചില്ല. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും വന്ന് വിളിച്ചതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടാണ് കേട്ടോ ഒന്ന് എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. അപ്പോൾ ഇന്ന് ഉച്ചവരയ്ക്ക് ക്ലാസ് ഉള്ളൂ. അപ്പോൾ അത് കാരണം ലഞ്ചും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവൾ ബ്രഷ് ചെയ്തിട്ടൊക്കെ വരുമ്പോഴേക്കും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ്. ഇന്ന് ലഞ്ചൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ചോറും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അപ്പോൾ അല്ലേ 2 മാസമായിട്ട് നമ്മളൊക്കെ, കുട്ടികൾ മാത്രമല്ല നമ്മളും ചെറുതായിട്ടൊക്കെ മടി പിടിച്ചു. കാരണം അവർക്കും കുറച്ച് ലേറ്റായിട്ടൊക്കെ പതുക്കെ നീച്ചാൽ മതി. അതേപോലെ തന്നെ നമുക്കും അതേ കാര്യങ്ങളൊക്കെ കുറച്ച് പതുക്കെ ചെയ്താൽ മതി, അത്ര സ്പീഡിലും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ ആയിരിക്കുകയാണ് കേട്ടോ. പൊന്നൂസ് സ്കൂളിലേക്ക് പോകാനൊക്കെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കില്ല കേട്ടോ. പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരെണ്ണം കഴിച്ചാൽ ആയി, അത്രേ ഉള്ളൂ. ഇന്ന് കഴിച്ചോളൂ കേട്ടോ. കാരണം അതിന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും 2 മണിയൊക്കെ ആവും. കാരണം ഉച്ച വരെയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ സ്കൂളിലാകുമ്പോൾ ഒരു 12:30 ആകുമ്പോൾ ഫുഡ് തരുമല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നാൽ പിന്നെ 2 മണിയാവും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും. അത് കഴിച്ചോളൂ. എന്നാലും ഉറങ്ങിയിട്ടില്ലേ പൊന്നോ? എന്ത് പറ്റി? എന്നാൽ എന്താ ഉറങ്ങാത്തത്? ഞാൻ കുറേ നേരം നോക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഉറങ്ങണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. അതിപ്പോൾ എന്താ പുതിയ സ്കൂളൊന്നും അല്ലല്ലോ, എന്നിപ്പോൾ സ്കൂളല്ലേ. ഓ പിന്നെ 5th-ലാണല്ലോ റാങ്കിങ്. പോയിക്കോട്ടെ കേട്ടോ. നമ്മളങ്ങനെ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് അതാട്ടോ. നമ്മൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അവിടെയാണ് റോഡിലേക്കാണ് വണ്ടി വരുള്ളൂ. ഇവിടെ മുന്നിലേക്ക് തന്നെ വണ്ടി വരില്ല. കാരണം അവിടെ തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം അങ്ങോട്ട് റോഡിലേക്ക് പോകണം. അപ്പോൾ ഒരു ഹോണ് കേൾക്കാനുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ സ്പീഡിൽ നമ്മുടെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തി, അങ്ങനെ ഓട്ടിക്കറിച്ചിട്ട് നമ്മളവിടെ എത്തിയിട്ടോ. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയല്ല, വന്നിട്ടില്ല നമ്മുടെ വണ്ടി. അതാ കുഴപ്പമില്ല, അതാട്ടോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മോളേനെ ഞാൻ വണ്ടിയിൽ കയറ്റി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അത് അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കും ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസം 2 മാസമായിട്ട് വീട്ടിൽ ഭയങ്കര ബഹളമല്ലേ കുട്ടികളുള്ളപ്പോൾ. അവർ പോയി കഴിഞ്ഞാൽ വീടാകെ സൈലൻ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം പറയണം അവരെ പോലെ തന്നെ നമുക്കും ചെറിയൊരു വിഷമമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പഠിച്ച് മിടുക്കന്മാരാവണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം.